نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أوصيكم وإياي بتقوى الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കുകയും നല്ല മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കുകയും ചെയ്യണം എന്നാദ്യം എന്നോടും നിങ്ങളോടുമായി ഉപദേശിക്കുകയാണ്. നമ്മളെല്ലാവരും സഗൗരവം അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി ഒരു വിശ്വാസി എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പല സ്ഥലങ്ങളിലായി നമ്മളോട് പറയുകയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉണർത്തുകയും ചെയ്യുന്ന ധാരാളം ആയത്തുകൾ ഖുർആനിൽ കാണാവുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം, അൽ മുഅ്മിനൂന അലാ ശുറൂത്തിഹിം, വിശ്വാസികളെല്ലാം ചില നിബന്ധനകൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. ആ ഷർത്തുകൾ, ആ നിബന്ധനകൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിപൂർണമായും പാലിക്കുമ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ മുഅ്മിനാവുകയും മുസ്ലിമാവുകയും ചെയ്യുന്നത്. ധാരാളം കാര്യങ്ങളിൽ എന്നല്ല, ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഇത് കൃത്യമായി അടയാളപ്പെടുത്തി മുന്നോട്ടു പോകുന്ന ഒരു ജീവിതമാണ് വിശ്വാസിയുടേത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ നമ്മളോടൊക്കെ പറഞ്ഞ ഒരു കാര്യം സാധാരണ നിങ്ങളൊക്കെ കേൾക്കുന്ന ആയത്താണിത്. ഇന്നാ അറളിനൽ അമാനത്ത അലസ്സമാവാത്തി വൽ അർളി വൽ ജിബാൽ. അള്ളാഹു പറയുന്നത്, നാം അമാനത്തിനെ ആകാശങ്ങളുടെ നേരെ, ഭൂമിയുടെ നേരെ, പർവ്വതങ്ങളുടെ നേരെ നാം വെച്ചു നീട്ടി. അവർക്ക് കൊടുക്കാൻ ഒരുമ്പെട്ടോ ഫഅബൈന അൻ യഹ്മിൽനഹാ. പക്ഷേ ആകാശങ്ങളാവട്ടെ, ഭൂമിയാവട്ടെ, പർവ്വതങ്ങളാവട്ടെ, അവ നിരസിക്കുകയാണ് ഉണ്ടായത്. അഷ്ഫഖ്ന മിൻഹാ, അത് ഭയപ്പാടോടുകൂടിയാണ് ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും ആ വാക്കിനെ നിരസിച്ചത്, അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചത്.
വഹമലഹൽ ഇൻസാൻ, പക്ഷേ മനുഷ്യനത് ഏറ്റെടുത്തു. ഇന്നഹു കാന ലലൂമൻ ജഹൂല, അവൻ യഥാർത്ഥത്തിൽ അന്യായക്കാരനാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവനാണ്, വിഡ്ഢിയായവനാണ് മനുഷ്യൻ എന്ന് ഖുർആൻ പറയുന്നു. ഈ പറഞ്ഞ ആയത്ത് നമ്മൾക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അല്ലാഹു തആല വിശദീകരിച്ചതാണ് ഖുർആനിലെ മിക്ക ആയത്തുകളും. പർവ്വതങ്ങൾ ഏറ്റെടുക്കാത്ത ഒരു ഭാരം, അല്ലെങ്കിൽ ആകാശങ്ങളും ഭൂമിയും ഏറ്റെടുക്കാത്ത ഒരു ചുമതല മനുഷ്യൻ ഏറ്റെടുത്തു എന്ന് പറയുന്നത് അവ വിസമ്മതിച്ചതിന് ശേഷമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് മനുഷ്യൻ ഏറ്റെടുത്തതിൻ്റെ ഉദാഹരണം ആദം നബി അലൈഹി സ്വലാമയെയും ഹവ്വാ ബീവിയെയും ചൂണ്ടിക്കാണിച്ചാണ് മുഫസ്സിറുകൾ ഇത് വിശദീകരിക്കുന്നത്. അത് മനുഷ്യൻ ഏറ്റെടുത്തു, അവരെ സ്വർഗത്തിൽ താമസിപ്പിച്ചു. സ്വർഗത്തിൽ മുഫസ്സിറുകൾ പറയുന്നത് അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തിനിടക്ക് അള്ളാഹു പറഞ്ഞ വാക്ക് ആദമും ഹവ്വയും ലംഘിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, ആ പറഞ്ഞതിന് നേരെ വിപരീതമായി അവർ പ്രവർത്തിക്കുകയും അവർക്ക് അല്ലാഹു നൽകിയ സുഖങ്ങളിൽ നിന്ന്, സൗകര്യങ്ങളിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത്. ഇത് അന്ന് തുടങ്ങിയതാണ്. ആദം നബി അലൈഹി സ്വലാമയുടെ കാലത്ത്, ആദം നബി അലൈഹി സ്വലാം മുതൽ ഇനി വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും ഈ അമാനത്തുകൾ, ഏറ്റെടുത്ത അമാനത്തുകളിൽ, അള്ളാഹുവിനോടുള്ള കരാറുകളിൽ പാലിക്കാതിരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറവും, പാലിക്കാത്തത് ഏറെയുമായി വരുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഈ വചനം ഓർക്കുക, ലഅനല്ലാഹു മൻ ആമന ബിലിസാനിഹി മാ ബിഖൽബിഹി, മനസ്സുകൊണ്ട് വിശ്വാസി അല്ലാതിരിക്കുകയും ഈമാൻ ഇല്ലാതിരിക്കുകയും എന്നാൽ വാക്കുകൊണ്ട് ഈമാൻ പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞ ആ വചനത്തോട് ചേർത്ത് പറയേണ്ട ഒരു വാക്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്രകാരമാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, അമാനത്തില്ലാത്തവന് ഈമാനില്ല എന്നാണ്. അമാനത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിശദീകരിക്കേണ്ടതില്ലല്ലോ. നാം ഓരോരുത്തരും ഓരോ ചുമതലകൾ ഏറ്റെടുത്ത ആളുകളാണ്. ആ ചുമതലകൾ കച്ചവടമാവാം, ആ ചുമതലകൾ ഭർത്താവ് എന്ന നിലയിലാവാം, അത് ഭാര്യ എന്ന നിലയിലാവാം, ജ്യേഷ്ഠൻ എന്ന നിലയിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ അധികാരി എന്ന നിലയിലാവാം, അല്ലെങ്കിൽ ഒരു കൊച്ചു സംഘത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത ആൾ എന്നാവാം. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ബാധ്യതകൾ ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ് ഓരോരുത്തരായി ഞാനും നിങ്ങളുമാകുന്ന ഈ സമൂഹം. ആ ഏറ്റെടുത്ത കാര്യങ്ങളിൽ 100% സത്യസന്ധത വേണം എന്ന് കൽപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ വാക്കാണിത്. ഈ ആയത്തിൻ്റെ തൊട്ട് മേലെ പറഞ്ഞ ആയത്താണ് നമ്മൾ ഓതിവെച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഖൂലൂ ലഹു ഖൗലൻ സദീദാ, നിങ്ങൾ നല്ല വാക്ക് പറയണം. ഇതുപോലെ ഒരായത്ത് വേറെയും ഖുർആനിൽ വന്നിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതാണ്. വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെയാകണം. ഈ വാക്ക് ഒന്നിനെ വിശദീകരിക്കുകയാണ്. എന്താ കാരണം? നമ്മൾ വിശ്വസ്തരല്ലാത്ത കാലത്തോളം നമ്മൾ മുഅ്മിനുകളാവുകയില്ല എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് പറയുന്നത് പോലെ വിശ്വസ്തന്മാരെ എന്നൊരു വാക്ക് ആ വാക്കിനുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസ്തരായ ആളുകളെ, അള്ളാഹുവിനോട്, പ്രവാചകനോട്, വിശ്വാസികളോട്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും ജീവജാലങ്ങളോടും വിശ്വസ്തതയോടെ പെരുമാറുന്ന ആളുകളെ എന്ന് വിളിച്ചാൽ ആ വാക്കിൻ്റെ ഘനം, ആ വാക്കിൻ്റെ ഭാരം, ആ വാക്കിൻ്റെ ആശയം നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹിലേക്ക് ആളുകളുമായി പുറപ്പെടുന്നു. ആളുകളൊക്കെ ഇങ്ങനെ വന്നു ചേർന്നിട്ടുണ്ട്. അവര് മുസല്ലയിലിരിക്കുന്നു. ചില ആളുകൾ ആ മുസല്ലയിലേക്ക് അവരവരുടെ കച്ചവട സാധനങ്ങളുമായിട്ടാണ് വന്നത്. സ്വഹാബത്താണ്. അവർക്ക് ആ ആളുകൾ കൂടുന്നിടത്ത് കച്ചവടം ചെയ്യുന്ന പതിവുണ്ടല്ലോ. ആ പതിവ് അനുസരിച്ച് അവർ കച്ചവട സാധനങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അവര് മുസല്ലയിലിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവരെ ഇങ്ങനെ നോക്കി, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു.
അവരെ ഇങ്ങനെ നോക്കി പറഞ്ഞത് വലിയ ഒരു വാക്ക് മുസ്ലിം സമൂഹത്തോട് പറഞ്ഞുകൊണ്ടാണ്. യാ അഹ്ലത്ത് തുജാർ, കച്ചവടക്കാരെ. അവിടുന്ന് വിളിക്കുന്ന വാക്ക് കച്ചവടക്കാരെ. യാ അഹ്ലത്ത് തുജാർ അൻതുമുൽ ഫുജ്ജാറു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളാണ് ഏറ്റവും വലിയ അധർമ്മികളായി വരുന്നത്, നിങ്ങളായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം അവിടുന്ന് പറഞ്ഞത് ഇല്ലാ മൻ ബറ വത്തഖ വസദ്ദഖ, ആരാണോ പുണ്യം ചെയ്യുന്നത്, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, ആരാണോ സത്യസന്ധത പാലിക്കുന്നത്, അവരൊഴികെ എല്ലാവരും അധർമ്മികളാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതാണ്. ഈ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഓരോ ദിവസങ്ങളിലും വാർത്തകളിൽ വരുന്നത്, പത്രങ്ങളിൽ വരുന്നത്, ചാനലുകളിൽ വരുന്നത്, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മുറ്റത്ത് നടക്കുന്ന കാര്യം, നമ്മുടെ അയൽപ്പക്കത്ത് നടക്കുന്ന കാര്യം, നമ്മുടെ കൂടെ നടക്കുന്നവൻ പറയുന്ന ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വഞ്ചനയുടെ, ചതിയുടെ, അന്യായത്തിൻ്റെ, അക്രമത്തിൻ്റെ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലം, ആരെയും കൂടെ കൊണ്ടു നടക്കാൻ പറ്റാത്ത ഒരു കാലം, ആരോടും ഒരു വാക്ക് പറയാൻ പറ്റാത്ത ഒരു കാലം, ആരെയും വിശ്വസിക്കാൻ രാവെന്നോ പകലെന്നോ അല്ലെങ്കിൽ ചങ്ങാതിയെന്നോ ശത്രുവെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ, കുടുംബങ്ങളെന്ന് വ്യത്യാസമില്ലാതെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്. അവിടുന്ന് പറഞ്ഞൊരു വാക്ക് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികളെ, ഇന്ന് എനിക്കൊരിടപാട് നടത്താം. ആരോട്? ജൂത പണ്ഡിതന്മാരോട് ഇടപാട് നടത്താം, ക്രിസ്തീയ പണ്ഡിതന്മാരോട് ഇടപാട് നടത്താം. കാരണം എന്താണ്? ക്രിസ്ത്യാനികളോട് ഇടപാട് നടത്താം, ജൂതന്മാരോട് ഇടപാട് നടത്താം. കാരണം അവരിൽപ്പെട്ട സാധാരണക്കാരായ ആളുകൾ അതെനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ എനിക്കവരുടെ പുരോഹിതന്മാരോട് ചോദിക്കാം, അവരെ എനിക്ക് വിശ്വസിക്കാം, ഇന്ന് അവരെനിക്ക് തിരിച്ചു തരും. അവരെന്നോട് പറഞ്ഞ കരാറ് പാലിക്കുന്നവരാണ്, ഇവർക്ക് വേണ്ടി അവരത് ഏറ്റെടുക്കും, എനിക്ക് വിശ്വാസമുണ്ട്. എന്നാൽ ഇങ്ങനെയല്ല, വരും കാലങ്ങളിൽ ഇങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. അന്ന് പറയപ്പെടുന്നൊരു വാക്ക് ഇന്നാലിന്നയാള്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഒരു സമൂഹത്തിലെ ഇന്നാലിന്നയാള്, അയാൾ വിശ്വസ്തനാണ്, അയാൾ കൊള്ളാവുന്നവനാണ്, അവനോട് ഇടപാടുകൾ നടത്താം, അവൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് എൻ്റെ മകളെ പറഞ്ഞേക്കാം, അവൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു പെണ്ണിനെ കൊണ്ടുവരാം, അയാൾ നല്ല വിശ്വസ്തനാണ്, അയാൾ നല്ല കുടുംബമാണ് എന്ന് പേര് കേട്ട ഒരാളുണ്ടാവും. റസൂലുള്ള പറഞ്ഞത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. റസൂലുള്ള പറഞ്ഞത് ആ ആളുടെ അവസ്ഥ എന്താണെന്നറിയുമോ? അയാള് ഒരു വിശ്വാസ്യതയും ഇല്ലാത്തവനാകും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞത് അയാളുടെ വിശ്വാസത്തിന്റെ തോത് ശരീരത്തിൽ ഏതെങ്കിലും ഒരു ചൂടുള്ള വസ്തു തട്ടിയാൽ, ഒരു കനല് വന്ന് വീണാൽ അവിടെ ഒരു പൊള്ളയുണ്ടാവും. ആ പൊള്ളയുടെ ഉള്ളിൽ പിന്നീട് പതുക്കെ പതുക്കെ അതിൽ നിന്ന് ആ വെള്ളം ഇങ്ങനെ നീര് നീങ്ങി 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 അവസാനം ഒരു പാടവശേഷിക്കും. ആ പാടുപോലെ ചെറിയ ഒരു കുത്ത്, ചെറിയ ഒരു പുള്ളി മാത്രമാണ് വിശ്വാസ്യത, അമാനത്തെന്ന നിലയിൽ അന്നത്തെ ആ പറയപ്പെടുന്ന ആളുടെ മനസ്സിലുണ്ടാവുക. ആലോചിക്കണം, ഞാനും നിങ്ങളും നമസ്കരിക്കുന്നുണ്ടല്ലോ, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ജീവിത ചെയ്തികളിലെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏത് കാര്യങ്ങളിലും എന്നെ വിശ്വസിക്കാൻ പറ്റാമോ? എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞു വിടാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞേക്കാൻ പറ്റുമോ? ഒരു സാധനം സൂക്ഷിച്ചേൽപ്പിക്കാൻ പറ്റുമോ? ഒരു വാക്ക് പറഞ്ഞു വെക്കാൻ പറ്റുമോ? അത് പറയരുതെന്ന് പറഞ്ഞാൽ, അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ, ഇത് സൂക്ഷിക്കണേ, മരണം വരെ ഇത് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നത് ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. വിശ്വസ്തതയില്ലാത്തവന് ഈമാനില്ല. ആ ഈമാൻ ഉണ്ടെന്ന് അവൻ നടിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് വിശ്വാസികളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെയാകണം. എത്ര തവണ നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി
ജീവിതത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലൂടെ ഓടിപ്പാഞ്ഞു നടക്കുന്ന നാം കേട്ട, എത്ര തവണ കേട്ട ഹദീത്താണ്. വിശ്വാസികളെ സംബന്ധിച്ച് അതീവ ഗൗരവത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇദാ ഹദസ കദബ, വിശ്വസ്തനല്ലാത്ത മുഅ്മിനല്ലാത്ത ഒരാള് അയാൾ സംസാരിച്ചാൽ കളവ് പറയും. അയാൾ ഒരു കാര്യം ഏറ്റെടുത്താൽ, ഒരു കരാറിൽ വന്നാൽ അയാൾ ആ കരാറിൽ ലംഘിക്കും. വിശ്വസിച്ചാൽ അയാൾ ചതി നടത്തും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞത്, തമ്മിൽ തർക്കിക്കേണ്ടി വരുമ്പോ, സംസാരിക്കേണ്ടി വരുമ്പോ തോന്യാസങ്ങളും വൃത്തികേടുകളും വിളിച്ചു പറയും. ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചില്ലല്ലോ റസൂലുള്ളാഹി. അത് പറഞ്ഞതിന് ശേഷം ഇതാരാണ് ഈ ചെയ്യുന്നതെന്നറിയണം. ജൂതന്മാരല്ല, നസ്രാക്കളല്ല, മറ്റു സമൂഹങ്ങളെ കുറിച്ചല്ല റസൂലുള്ളാഹി പറഞ്ഞത്. അയാൾ നമസ്കരിച്ചാലും അയാൾ നോമ്പെടുത്താലും ഞാൻ മുസ്ലിമാണ് എന്ന് അയാൾ പറഞ്ഞാലും ഇന്നഹു മുനാഫിഖുൻ ഖാലിസുൻ, അയാൾ ഒരു കളങ്കവുമില്ലാത്ത മുനാഫിഖാണ് എന്ന് റസൂലുള്ളാഹി കളിയാക്കുകയാണത്. ഒരു കളങ്കവുമില്ലാത്ത മുനാഫിഖാണ് അയാൾ എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചു. അതിലെ എന്തെങ്കിലും ഒരു ഓഹരിയുള്ളവനോ അയാളുടെ മനസ്സിൽ, അയാളുടെ ജീവിതത്തിൽ ആ നിഫാഖിന്റെ ഓഹരി ഉണ്ടാകുമെന്ന്. ഇത് പറയുന്നത് എന്തുകൊണ്ടാ? ഒരുപാട് ആളുകൾ, നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ നമ്മളെ ചതിക്കുമ്പോൾ നമ്മൾ പറയും, ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, അവനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല, ഞാൻ അവനോടൊരു വാക്ക് പറഞ്ഞത് ആരോടും പറയാതിരിക്കാനാണ്, അവനെ വിശ്വസിച്ചാണ്. പക്ഷെ അവൻ കാട്ടിയത് കണ്ടോ, അവൻ ചെയ്തത് കണ്ടോ, അവൻ ഇടപെട്ടത് കണ്ടോ? ഞാനും അവനും തമ്മിൽ കൂറുകച്ചവടം നടത്തിയവരാണ്, ഒരുപോലെ അവനെ വിശ്വസിച്ചവനാണ് ഞാൻ. പക്ഷേ അവൻ എന്നെ പാരവെച്ചു, അവൻ എന്നെ ചതിച്ചു. നിരന്തരം കേൾക്കുന്ന വാക്കുകളാണിത്. ഇന്നലെയും മിനിഞ്ഞാന്നും പത്രങ്ങളിൽ കാണുന്നത് പകുതി വിലക്ക് സാധനം വിറ്റഴിച്ച് കോടികൾ വാങ്ങി കൂട്ടിയ ഒരാളെ കുറിച്ചാ. ഇതൊന്നല്ല, ഒരുപാട് എണ്ണമാണ്. ഇവിടെയൊക്കെ പൊളിയാത്ത, നമ്മുടെ ജീവിതത്തിലൊക്കെ പൊളിയാത്ത, ആരും അറിയാത്ത കാര്യങ്ങൾ പലരും മനസ്സാൽ ഇങ്ങനെ സാരമില്ല, അതിനൊക്കെ പടച്ചവൻ കണക്ക് ചോദിക്കുമല്ലോ, പരലോകമുണ്ടല്ലോ എന്ന് സമാധാനിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഈ വിഷയത്തിലൊക്കെ നിശബ്ദരായി കഴിഞ്ഞു പോകുന്നുണ്ട്. അവർ ചതിക്കപ്പെടുന്നുണ്ട്, അവരെ വഞ്ചിക്കുന്നുണ്ട്, അവരെ പറ്റിക്കുന്നുണ്ട്, അവരെ ഒറ്റുകൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്താലും അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ച് അവർ ശാന്തമായി കഴിഞ്ഞുകൂടുന്നു. ഇതാണ് ഇന്നത്തെ കാലം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ചെറിയ കുട്ടിയെപ്പോലും ഇവളിവിടെ 2 ദിവസം നിൽക്കട്ടെ എന്ന് പറഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു വീട്, ഒരു കുടുംബം, ഒരു വ്യക്തി ഇല്ലാതെയായത് എന്തുകൊണ്ടാണ് എന്നാലോചിച്ചു നോക്കുക. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഒരാള് അയാളുടെ മനസ്സിലുള്ള ചെറിയ ഒരു പാടുപോലെ വിശ്വസ്തത, അമാനത്തുള്ള ഒരാളെ കുറിച്ച് അയാൾ വലിയ വിശ്വസ്തനാണ് എന്നറിയപ്പെടുമ്പോ മറ്റുള്ള ആളുകളുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് എന്ന് ആലോചിക്കാനാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക. എന്നെക്കുറിച്ച് ആലോചിക്കാം. ഞാനൊരു വിശ്വസ്തനാണോ? എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാനത് 100% ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നവനാണോ? ഞാൻ പാലിക്കുന്നവനാണോ? ഞാൻ ആരെയെങ്കിലും ചതിക്കുന്നവനാണോ? ഞാൻ എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ അയൽവാസികളെ, ഞാനുമായി ഇടപഴകുന്ന ആളുകളോട് ചതിയായ ഒരു വാക്ക്, വഞ്ചനാപരമായ ഒരു സമീപനം, പറ്റിക്കുന്ന ഒരു ഇടപാട് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാമല്ലോ. അത് ചെയ്യാത്തവനാണ് മുഅ്മിൻ, അത് പാലിക്കുന്നവനാണ് വിശ്വാസി. അല്ലാതെ പുറത്ത് നല്ല നല്ല ആളുകളായി, നല്ല സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ നല്ല ഭംഗിയുള്ള വാക്കുകളും ചേലുള്ള ശരീരവുമായി, വേഷവുമായി നടക്കുന്നത് കൊണ്ട് ഒരാൾ വിശ്വാസിയാവുകയില്ലെന്ന് മാത്രമല്ല, ആ ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞതാണ്, അള്ളാഹു പറഞ്ഞതാണ്, അവരാണ് നരകത്തിലെ ഏറ്റവും അടിയിലെ തട്ടിലെ വിറകുകളെന്ന്. അത് നമ്മളായിത്തീരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കിൽ, പ്രവർത്തനത്തിൽ സത്യസന്ധരായിരിക്കുക, വഞ്ചകന്മാരാകരുത്. എൻ്റെ കടയിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന്, എന്നോട് പെരുമാറുന്നതിൽ നിന്ന്
ഒരാൾക്ക് നിർഭയത്വത്തോടുകൂടെ, ആശ്വാസത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, നല്ല മനസ്സമാധാനത്തോടുകൂടെ ഇടപഴകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നെ അയാൾ വിശ്വസിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരാളെ ഞാൻ ചതിച്ചാൽ, അങ്ങനെ ഒരാളെ ഞാൻ വഞ്ചിച്ചാൽ, അങ്ങനെ ഒരാളെ ഞാൻ പറ്റിച്ചു കഴിഞ്ഞാൽ എന്താണ് പിന്നെ എന്താണ് ഈമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ആവർത്തിച്ചു പറയുകയാണ് അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെയാകണം എന്ന് ഖുർആൻ പറഞ്ഞത് ആവർത്തിച്ച് നമ്മളോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഏതവസരത്തിലും ഞാനൊരു വിശ്വസ്തനാകണമല്ലോ, ഞാനൊരു മുഅ്മിനാണല്ലോ എന്ന ധാരണയിൽ തന്നെ കഴിഞ്ഞുകൂടുക. ചെറിയ ചെറിയ പോറലുകളും ചെറിയ ചെറിയ പരിക്കുകളുമൊക്കെ അങ്ങനെ ജീവിക്കുമ്പോൾ വരുമെങ്കിലും അതിനൊക്കെ അല്ലാഹു വമ്പിച്ച പ്രതിഫലം നൽകുമെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടെ ജീവിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടെ ഉപദേശിക്കുകയാണ്. നമ്മൾ സഗൗരവം ആലോചിക്കേണ്ട എന്ന് പറഞ്ഞ് തുടങ്ങിയ ഈ വിഷയം ഒരുപാട് മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിനെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ ഇത് വായിച്ചു നോക്കിയാൽ അറിയാം അവരെത്രത്തോളം സത്യസന്ധരും, എത്രത്തോളം മനഃശുദ്ധിയുള്ള ആളുകളും, എത്രത്തോളം നിഷ്കളങ്കരുമായ ആളുകളാണ് അവർ എന്ന് നമ്മൾക്ക് മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഗനീമത്ത് സ്വത്ത്, യുദ്ധാർജിത സ്വത്ത് ഇങ്ങനെ ഓഹരി വെക്കുമ്പോൾ, ആ ഓഹരി വെക്കുന്ന സമയത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ, ഇസ്ലാമിലേക്ക് പുതുതായി വന്ന കുറച്ച് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കൊണ്ട മുഹമ്മദേ, ഞങ്ങൾക്ക് കൊണ്ട. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനത് അല്ല, ഞങ്ങൾക്ക് കൊണ്ട. ഇത് പറഞ്ഞ് പ്രവാചക തിരുമേനിയെ ഉന്തി ഒരെലന്ത മരത്തിൽ പോയി പ്രവാചകൻ്റെ മുഖത്തും ശരീരത്തിലൊക്കെ മരത്തിൻ്റെ പാട് വീണ് അവിടുത്തെ തലയിലെ തട്ടം അതിൽ കൊളത്തി ആ മരത്തിൽ ചെന്ന് പ്രവാചകനെ ഇടിക്കാൻ മാത്രം പ്രവാചകനോട് ഇത് ആവശ്യപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മാ അദ്ദഖിറു മിൻകും ഷൈഅ, നിങ്ങളിൽ നിന്നൊന്നും ഞാനിവിടെ പാത്തു വെച്ചിട്ടില്ല, മറച്ചു വെച്ചിട്ടില്ല, സൂക്ഷിച്ചു വെച്ചിട്ടില്ല. എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ ഞാൻ ഇവിടെ വെച്ച് വിതരണം ചെയ്യാതെ പോകൂല. നിങ്ങൾക്കെല്ലാം തന്നിട്ടേ പോകുള്ളൂ, നിങ്ങൾക്ക് തരേണ്ട അവകാശം തന്നിട്ടേ പോകുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ തന്നെ ചെയ്തു. പ്രവാചകന്റെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരാധികാരി എന്നറിയപ്പെടുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചെറിയ സംഗതി പറയാം. അദ്ദേഹം സൈന്യത്തെ നിയോഗിച്ചു. സൈന്യത്തെ നിയോഗിച്ചതിന് ശേഷം സൈന്യം യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതരായി മദീന പള്ളിയുടെ അടുത്തേക്ക് വരികയാണ്, തിരിച്ചു വരികയാണ് അവർ യുദ്ധം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം. കിസ്റയും കൈസറും ഒക്കെ കീഴടക്കി ബഹുജോറായി എന്ന് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബഹുജോറായി, വളരെ ആരവങ്ങളും ആഘോഷങ്ങളുമായി വരികയാണ് അവർ, സന്തോഷം കൊണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആണല്ലോ അമീർ. അദ്ദേഹം ഇവരെ ഇങ്ങനെ ഇവർക്കുള്ള ഗനീമത്ത് സ്വത്ത് കൊടുക്കണം, അവർ സമ്പത്ത് അന്ന് അവിടെ നിന്ന് കിട്ടാവുന്ന എല്ലാ അമൂല്യ നിധികളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അവരോടൊരു ചോദ്യം ചോദിച്ചു, പടനായകനോട്. ഇതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇതിൽ നിന്ന് പറയാൻ സ്വർണത്തിൻ്റെ, വെള്ളിയുടെ, അതുപോലെ മുത്തുകളും പവിഴങ്ങളും ധാരാളം ആഭരണങ്ങളും കിസ്റമാരുടെയും കൈസർമാരുടെയും
കൊട്ടാരങ്ങളിലുള്ള സമ്പത്തായി കൊണ്ടുവന്നിട്ടുള്ളത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത അത്ര ഗംഭീരമായ വിലയേറിയ അമൂല്യമായ വിഭവങ്ങളായി കൊണ്ടുവന്നിട്ടുള്ളത്. അത്ര വിലയേറിയ സമ്പത്ത്. ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യത്തിൽ നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും? കാരണം സാധ്യത ഉണ്ട്. അവർ കാണാത്ത, ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സംഗതികൾ, അത്ര വിലയേറിയ സാധനം. ഒന്നെടുത്ത് പാത്തു വെക്കാം, മണലിൽ പൂഴ്ത്തി വെക്കാം, അവരുടെ ഭാണ്ഡക്കെട്ടിനുള്ളിൽ വെക്കാം, ഒക്കെ ആലോചിക്കാലോ. ഉമർ റളിയല്ലാഹു അത് നേർക്ക് നേരെ ചോദിച്ചു. അതിന് മറുപടി വന്നു. അദ്ദേഹം പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ, ഉമറേ, അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ ഈ ചോദ്യം മനസ്സിലായി. ഒരു കാര്യം താങ്കളോട് ഞങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നു എന്നല്ല, ഞങ്ങൾ പറയുന്നു. ഈ കാണുന്ന ഈ അമൂല്യമായ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും ഒന്നുപോലും താങ്കളുടെ മുമ്പിലേക്ക് എത്തൂല. ഇതൊക്കെ പാത്തുവെക്കാൻ ഞങ്ങൾക്കറിയും. അത്രയേറെ വിലയേറിയ സാധനങ്ങളായി കൊണ്ടുവന്നിട്ടുള്ളത്. താങ്കൾ ഇവിടെ ഞങ്ങളെ വിചാരണ ചെയ്ത് അത് കണ്ടെത്തുന്നു പേടിച്ചിട്ടല്ല. അള്ളാഹുവിനെ, ഞാനും എൻ്റെ കൂടെ ഈ വന്ന താങ്കളയച്ച ഈ ആളുകളുണ്ടല്ലോ, അവരും അള്ളാഹുവിനെ താങ്കളെക്കാൾ ഏറെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഒരു ചെറിയ തരി പോലും ഇവരാരും ഇതിൽ നിന്ന് എടുത്തിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അവിടെ നിന്ന് കരഞ്ഞു എന്നാണ്, മനസ്സ് തേങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, പടച്ചവനെ, എത്രയേറെ നിന്നെ സൂക്ഷിക്കുന്ന ആളുകളുടെ മേലെയാണ് നീ എന്നെ ചുമതലപ്പെടുത്തിയത്. എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ എന്നാ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ താഴെയാണ് ആ വിഷയത്തിൽ ഞാൻ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഇതാണ് അമാനത്ത്. ഇതാണ് അമാനത്ത്. അതായത് സാഹചര്യങ്ങളുണ്ട്, എടുക്കാനുള്ള സാധ്യത ഉണ്ട്, ആരും ഒരു നിലക്കും അറിയാൻ പറ്റാത്തത്ര സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങളുള്ളിടത്ത് ഒരു തെറ്റ് ചെയ്യാതൊക്കെ എന്നുള്ളതാണ്, ഒരു സംഗതി പറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ്, വഞ്ചന നടത്താതിരിക്കുക എന്നുള്ളതാണ്. അത് കുറഞ്ഞു വന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ നമ്മുടെ സ്വഫുകൾ അകന്നു, നമ്മുടെ ബന്ധങ്ങൾ അയഞ്ഞു. നല്ല പിരിമുറുക്കമുണ്ടായിരുന്ന നല്ല ബന്ധങ്ങൾക്ക് ഉടച്ചില് തട്ടി. അതിനൊക്കെ പുറമെ നമ്മൾക്ക് പരസ്പരം വിശ്വാസമില്ലാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീടുകളിൽ പോലും CCTV ക്യാമറ ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗൾഫിലിരിക്കുന്ന ആള് അയാളുടെ ഇവിടെ നടക്കുന്ന കച്ചവടം തത്സമയം നോക്കിക്കൊണ്ടിരിക്കുന്നത്, അയാളുടെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യനെ വിശ്വാസമല്ല, മക്കളെ വിശ്വാസമല്ല, കുടുംബത്തിന് വിശ്വാസമല്ല. കൂടെ ഒരുപാട് കാലം കൂടെ ചെറുപ്പം മുതൽ പഠിച്ചു വന്നവൻ പറ്റിച്ച് ചതിക്കുമ്പോൾ ഈ ആളുടെ വേദന നിങ്ങൾ നോക്കൂ. അപ്പൊ അവനും വിശ്വാസമില്ലാതെയായി. അപ്പൊ എല്ലായിടത്തും ക്യാമറ എത്താത്തയിടത്തേക്ക് മനുഷ്യൻ പിന്നെ പോവാണ്. പിടിക്കപ്പെടാതിരിക്കാൻ പോലീസ് അള്ളാനെ പേടിച്ചിട്ടല്ല, അള്ളാനെ പേടിനെങ്കിൽ ക്യാമറൻ്റെ ആവശ്യമില്ല. ഇതാണ് അവസ്ഥ. പള്ളിയിൽ വരുന്നോ, പള്ളിയിലുള്ള പെട്ടി കെട്ടുണ്ടോകുക എന്നുള്ളതിനാണ് പള്ളിയിൽ ക്യാമറ. അല്ലാതെ അവിടെ നിസ്കാരം ആരെങ്കിലും ശരിയാകാതെ നിസ്കരിക്കുന്നുണ്ടോ നോക്കിയോ എന്നെ നിസ്കാരം തിരുത്താനല്ല. എല്ലാ സ്ഥലങ്ങളിലും ഏത് പോക്കറ്റിലും ഇത് ചെയ്യുന്നതിൻ്റെ കാരണം അമാനത്ത് നഷ്ടപ്പെട്ടതാണ്. ഇതിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യോട് അല്ലാഹു തആല ഒരു വെല്ലുവിളി നടത്തുകയാണ്. ആ വെല്ലുവിളി എന്താ അറിയോ? ഖുൽ, നബിയെ താങ്കൾ പറയാ, യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, ഹൽ തൻഖിമൂന മിന്നാ ഇല്ലാ അൻ ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില മിൻ ഖബ്ലു വഅക്സറകും ഫാസിഖൂൻ. വേദക്കാരെ, ജൂതന്മാരെ, എന്ത് കുറ്റാണ് ഞങ്ങളിൽ നിങ്ങൾക്ക് കാണാനുള്ളത്? ചോദിക്ക് നീ അവരോട്, നബിനോട് പറയാ, നീ അവരോട് പറയേ, എന്ത് തകരാറാ ഞങ്ങളിൽ കാണാനുള്ളത്? അള്ളാഹുവിനെ വിശ്വസിച്ചു, ഞങ്ങളുടെ മുമ്പുള്ളവരെ പ്രവാചകന്മാരെ വിശ്വസിച്ചു, അവരിലേക്ക് ഇറക്കപ്പെട്ടത് വിശ്വസിച്ചു, എന്നല്ലാത്ത തകരാറെന്താ നിങ്ങൾക്ക് ഞങ്ങളിൽ കാണാനുള്ളത്? ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അള്ളാഹ് ഈ വാക്ക് പറയിപ്പിക്കുകയാണ്. നബിനോട് പറയണം, നിങ്ങൾ അക്സറക്കും ഫാസിഖൂൻ, നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും തമ്മാടികളും അധർമ്മികളുമാണ്. യൂതന്മാരോട് നസ്രാക്കളോട് തുറന്നാണ് പറഞ്ഞു, നിങ്ങൾ തമ്മാടികളും ഭൂരിപക്ഷം ആളുകളും അധർമ്മികളുമാണ്. എന്നാൽ ഞങ്ങളെത്തുള്ള പോരായ്മകളൊന്ന് പറഞ്ഞു തരും. ആരോപണം ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഘം പ്രവാചകനെക്കുറിച്ച്, പ്രവാചകന്റെ സഹാബത്തിനെക്കുറിച്ച് ആരോപണമുന്നയിച്ച് സത്യസന്ധമായും ആരോപണമുന്നയിച്ച ഒരു സമൂഹം എന്ന നിലയിൽ അവർക്കെതിരെ ആക്ഷേപം ചൊരിയാൻ കഴിഞ്ഞിട്ടില്ല. വ്യക്തിപരമായി ചിലർക്കൊക്കെ ചില ദൂഷ്യങ്ങൾ വന്നിട്ടുണ്ടാവും.
പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും ഇരിക്കുന്ന ഒരു മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾക്ക് വിശ്വാസമില്ലാതെയായോ, നമ്മൾക്ക് നമ്മളെ പറ്റാതെയായോ, നാം നമ്മളെ തന്നെ പറ്റിക്കുകയായോ, നമ്മളെ തന്നെ ചതിക്കാൻ തുടങ്ങിയോ, നമ്മുടെ ഇടപാടുകളിൽ തന്നെ നമ്മൾ വീഴ്ച വരുത്തി, നമ്മൾ അതിൽ വഞ്ചന നടത്തി കാപ്പട്യം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വരുന്നുവോ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ആവർത്തിച്ചു പറയാണ് രണ്ട് വാക്ക് റസൂലുള്ളാഹിന്റെ. ഒന്ന്, ലഅനല്ലാഹു മൻ ആമന ബിഖൽബിഹി, ലഅനല്ലാഹു മൻ ആമന ബിലിസാനിഹി മാ ബിഖൽബിഹി. നാവുകൊണ്ട് ഈമാൻ ഉണ്ടെന്ന് പറയുകയും മനസ്സില്ലാതിരിക്കുകയും ചെയ്തവന് അള്ളാഹുവിൻ്റെ ശാപം. രണ്ട്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. വിശ്വസ്തനല്ലാത്ത, വിശ്വാസ്യതയില്ലാത്ത, അമാനത്തില്ലാത്ത ഒരാൾക്ക് ഈമാനില്ല എന്നത് നമ്മളൊക്കെ ഈ രണ്ട് വാക്യവും നമ്മളിങ്ങനെ ഒപ്പത്തിനൊപ്പം കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെ ജീവിതം നന്നാക്കി തീർക്കുന്നതിന് വേണ്ടി. സഹോദരന്മാരെ, അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. നമ്മളാൽ ഒരാൾ ചതിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ സത്യസന്ധമായി നിർവഹിക്കുകയും സത്യസന്ധമായി ജീവിക്കുകയും ചെയ്താൽ നമ്മൾക്കൊരു മനസ്സമാധാനം, നമ്മുടെ കൂടെയുള്ള ആളുകൾക്കൊരു മനസ്സമാധാനം, പരലോകത്തെത്തുമ്പോൾ വലിയ സമാധാനം, സ്വർഗം കിട്ടുമെന്നുള്ള സന്തോഷം, ഇതൊക്കെ കിട്ടാനാണ് നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളുമൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. സഹോദരന്മാരെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കുട്ടികളുടെ സമ്മേളനം നടക്കുന്നുണ്ടല്ലോ, MSMകാർ നമ്മുടെയൊക്കെ മക്കളെ ഇങ്ങനെ നേർവഴിയിലേക്ക് ഇസ്ലാമിൻ്റെ മുറ്റത്തന്നെ അവരെ നിർത്താൻ വേണ്ടിയിട്ട് പാടുപെടുന്ന കാലമാണ് നമ്മുടെ മക്കളെ. അപ്പോൾ അവരുടെ സമ്മേളനമുണ്ട്. ആ സമ്മേളനം നടക്കുമ്പോൾ അതിലേക്ക് അവർ ഒരു ചെലവിന് നമ്മുടെ ഈ മണ്ഡലത്തിലെ മഹല്ലുകളിൽ നിന്ന് കളക്ഷൻ നടത്തുന്നുണ്ട്. ഇന്ന് അതിൻ്റെ കളക്ഷനാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ നല്ല മനസ്സിൻ്റെ ഒരു സഹകരണം നമ്മുടെ മക്കൾക്ക് വേണ്ടി, അത് സംഘടിപ്പിക്കുന്നവർക്ക് വേണ്ടി അതിൻ്റെ ചെലവിലേക്ക് ആവശ്യമായത് നൽകണം എന്ന് അപേക്ഷിക്കുകയാണ്. റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കഠിനമായ നരകശിക്ഷയിൽ നിന്നും അവൻ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല സന്മാർഗബോധവും ദീനീബോധവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ വഴികേടുകളിൽ നിന്നും അല്ലാഹു അവരെയും നമ്മളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പലതരം അസുഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസവും ശിഫയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതവസരത്തിൽ എവിടെ വെച്ച് മരണം പിടികൂടിയാലും മുസ്ലിങ്ങളായി മരണപ്പെട്ടു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.